ഹലോ, ലെറ്റ്സ് മേക്ക് ക്യൂട്ട് കലണ്ടർ. അതിനായിട്ടുള്ള സാധനങ്ങളാണ് ഞാൻ ഒരു സിസേഴ്സും ഒരു ഗ്ലൂ പിന്നെ സ്കെയിൽ പിന്നെ ഞാൻ കുറച്ച് സ്റ്റാർസ് വെറുതെ ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിതാ പേപ്പറിൽ 7 സെൻറ്റിമീറ്റർ വിടത്തിലും 9 സെൻറ്റിമീറ്റർ ഹൈറ്റിലുമായിട്ട് ഞാൻ 12 കള്ളികൾ കോളംസ് വരച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കതൊക്കെ ഒന്ന് വെട്ടിയെടുക്കണം. അതിന് മുന്നേ നമ്മൾ അളവൊക്കെ ഒന്ന് കറക്റ്റായിട്ട് എടുക്കാം കേട്ടോ. ഇതേപോലെ നമ്മൾ ചെയ്യണം. അതിനുശേഷം ഇത് ഫുള്ളായിട്ട് നമ്മൾ 12 കോളംസായിട്ട് വെട്ടണം കേട്ടോ. ഇതേപോലെ കറക്റ്റ് ഷേപ്പിൽ തന്നെ എല്ലാം ഒരേ അളവിൽ തന്നെ വെട്ടിയെടുക്കുക ഫുള്ളും. അതിനുശേഷം ഇതൊന്ന് മാർജിനൊക്കെ വേണമെങ്കിൽ വരയ്ക്കാം. നമുക്കിതിൽ ഫുള്ള് പിക്ചേഴ്സ് വരയ്ക്കണം. ഫസ്റ്റ് ഞാൻ പേപ്പർ കോപ്പി നമ്മുടെ ആപ്പിൽ ട്രേസ് എടുക്കുകയാണ് ചെയ്യുന്നത്. പിൻട്രസ്റ്റ് നോക്കിയിട്ട് പിക്ചേഴ്സ് സെലക്ട് ചെയ്യുക. പിൻട്രസ്റ്റിൽ പ്രിൻ്റബിൾ സ്റ്റിക്കേഴ്സ് അടിച്ചാൽ ഇങ്ങനത്തെ പിക്ചേഴ്സ് കിട്ടും കേട്ടോ. എന്നിട്ട് നമ്മൾ പേപ്പർ കോപ്പി എടുക്കുന്നത് ലോക്കാക്കിയാൽ മതി. പേപ്പർ കോപ്പി അവരുടെ ആപ്പ് കേട്ട് ഈ ട്രേസ് എടുത്തിട്ട് നമുക്ക് ഏത് ചിത്രമാണെങ്കിലും വരയ്ക്കാൻ പറ്റും കേട്ടോ. ഇതേപോലെ നമ്മൾ എല്ലാ പേപ്പറിലും വരച്ചു കൊടുക്കണം. ഇഷ്ടപ്പെട്ട പിക്ചേഴ്സൊക്കെ കുറച്ച് ചെറുതാക്കി വരയ്ക്കണം. നമുക്കവിടെ ഡേറ്റ്സ് ഒക്കെ എഴുതാനുള്ളതുകൊണ്ട് മോൾ ഭാഗത്ത് വെച്ച് ചെറുതാക്കിയിട്ട് വരച്ചു കൊടുക്കുക. വീഡിയോയിൽ കാണുന്ന കുറച്ച് എല്ലാത്തിലും ഞാൻ വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇതേപോലത്തെ കുറച്ച് പിക്ചേഴ്സാണ് ഞാൻ വരച്ചെടുത്തിട്ടുള്ളത്. ഇതൊക്കെ ഫുള്ള് നമുക്ക് കളർ ചെയ്തെടുക്കാം കേട്ടോ. ഇതേപോലെ ഞാൻ ഫുള്ള് ഒരു പിങ്കാണ്, എല്ലാത്തിനും വെക്കുന്ന കളർ പിങ്കാണ്. അപ്പോൾ അത് കളർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതൊന്ന് ഒരുമിച്ച് ഇങ്ങനെ വെക്കുക. ഒരുമിച്ച് ശേഷം മാർഗം ജസ്റ്റ് വെച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് എഴുതി കൊടുക്കുക. മാസങ്ങളുടെ പേര് എഴുതി കാണിക്കാം കേട്ടോ. അപ്പോൾ ഇതിലിതാ ജനുവരിയിൽ എഴുതി കൊടുത്തതിന് ശേഷം നമ്മൾ ഡേൻ്റെ ഇതൊക്കെ എഴുതുക. മൺഡേ എന്നൊക്കെ എഴുതി കൊടുക്കുക. അതിനുശേഷം ഡേറ്റ്സൊക്കെ നമ്മൾ എഴുതി കൊടുക്കട്ടെ. എല്ലാ പേപ്പറിലും ഇതുപോലെ ചെയ്യണം. 12 മാസങ്ങൾക്ക് നമ്മൾ ഇതേപോലെ എഴുതി കൊടുക്കുക. അപ്പോൾ ഇതിൽ 31 വരെ ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ട്. ജനുവരി ആണ് വരുന്നത്. പിന്നെ ഞാൻ ഫെബ്രുവരിയും ഇതേപോലെ തന്നെ വേറെ പിക്ചറാണ്, ഇതേപോലെ തന്നെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇതെല്ലാം നമ്മൾ അതേപോലെ തന്നെ ചെയ്തെടുക്കണം ഫുള്ളായിട്ട്. അപ്പോൾ ഇനി ഫെബ്രുവരി ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഫെബ്രുവരിൻ്റെ ജനുവരി ചെയ്ത പോലെ തന്നെ ചെയ്യണം. ഇതേപോലെ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ വരുന്നത് ഇതും അതേപോലെ ചെയ്തെടുക്കട്ടോ. ഇതെല്ലാത്തിലും ഞാൻ വേറെ വേറെ പിക്ചേഴ്സാണ് എടുത്തത്. അപ്പോൾ ഇത് മാർച്ച്, ഏപ്രിൽ, മെയ്, അടുത്ത ജൂണാണ്. പിന്നെ ജൂലൈ. അപ്പോൾ ഇതാണ് ഓഗസ്റ്റ്. അങ്ങനെ നല്ല നല്ല പിക്ചേഴ്സ് വരച്ച് നല്ല ഭംഗിയുണ്ടാവും കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് മാർജിനൊക്കെ ഒരു കളർ കൊണ്ട് വേണമെങ്കിൽ ചെയ്താൽ നല്ല രസമുണ്ടാവും. ഡിഫറെൻറ്റ് കളേഴ്സാലും പ്രശ്നമില്ല. അപ്പോൾ ഇതേപോലെ നമ്മൾ ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. ഫുള്ളായിട്ട് എല്ലാ പിക്ചേഴ്സും ചെയ്തതിന് ശേഷം ഇതൊന്ന് നമുക്ക് പശ വെച്ചിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. ഇത് ഫുള്ള് കറക്റ്റ് അളവിൽ വെച്ചതിന് ശേഷം ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. എല്ലാം ഒരുമിച്ച് വെച്ചിട്ടതിന് ശേഷം പശ ഒട്ടിക്കാം. ഇതേപോലെ കറക്റ്റായിട്ട് പശ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മളിത് റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ പശ കുറച്ച് ഒട്ടില്ലായിരുന്നതുകൊണ്ട് ഞാൻ സ്റ്റാപ്ലർ അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. സ്റ്റാപ്ലർ അടിക്കണമെന്ന് ഒന്നുകൂടി നല്ലത്. അപ്പോൾ ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ കലണ്ടർ റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള പിക്ചേഴ്സ് വരയ്ക്കാം കേട്ടോ. എങ്ങനത്തെ ക്യൂട്ടായാലും ഏത് പിക്ചേഴ്സ് നമുക്ക് വരയ്ക്കാൻ പറ്റും. ഇപ്പോൾ ജൂണിലെ ഒരു പിക്ചറാണെങ്കിൽ ജൂലൈയിലൊരു പിക്ചർ, അങ്ങനെയുള്ള നമുക്ക് ഇഷ്ടമുള്ള പിക്ചേഴ്സ് വരച്ചെടുക്കാം. ഇതിലെല്ലാ മാസവും നമ്മൾ എഴുതി കൊടുക്കാം കേട്ടോ. നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുകയാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, അതായത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. എല്ലാവർക്കും ബൈ.